ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പം ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ലോങ് വീഡിയോ ഫസ്റ്റ്. ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ ലോങ് വീഡിയോ ഫസ്റ്റാണ് കേട്ടോ 2026. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ കട്ടൻ കാപ്പി പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല സ്മെല്ലടിച്ച് നോക്കിയപ്പോൾ ഉണ്ട് മുറ്റത്ത് കാപ്പി പൂത്ത് നിൽക്കുന്ന കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഫുള്ള് വൈറ്റായിട്ട് ഇങ്ങനെ പൂത്തിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സ്ഥിരം അടിക്കുന്നതുകൊണ്ട് കരിയിൽ കുറവുണ്ടല്ലോ. ഈ മുഴുത്തിന് അത്യാവശ്യം വലിപ്പമുള്ള ചൂലാണ് ഇപ്പം മിറ്റടിക്കുന്നത്. അപ്പം ഈ മിറ്റിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ആകുമ്പോൾ ഇച്ചിരി പാടാം കരിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കഷ്ടപ്പെട്ടിട്ട് വേണം അടിക്കാൻ. അതങ്ങനെയൊന്നും പോകത്തില്ല. ഒരു ഇല തന്നെ 2-3 തവണ ഒന്ന് അടിച്ചടിച്ച് മാറ്റിയാലേ അത് നീങ്ങുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ മുഴുത്ത ചൂല. ചെറിയ ചൂലാകുമ്പോൾ അത് ഇച്ചിരി കുഴപ്പമില്ല, അത് പെട്ടെന്ന് ഇതായിക്കോളും, മാറിക്കോളും. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിരം ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്ന. ചെടിക്ക് വെള്ളം ഒഴിക്കുക. അമ്മ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. അപ്പം ഈ പരിപാടി അമ്മ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ വരത്തുള്ളൂ. അപ്പോൾ ആ പരിപാടി ഞാൻ ഏറ്റെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ സ്ഥിരം ഞാൻ വെള്ളം ഒഴിക്കുന്നത്. രാവിലെ ഒഴിക്കും, അതുകൊണ്ട് വൈകിട്ട് ചില സമയങ്ങളിൽ ഒഴിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ ഉള്ളിൽ കയറി. സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, ജലദോഷത്തിൻ്റെയാണ്. ശ്വാസം മുട്ടൽ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. തണുപ്പൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഇതുണ്ട്, ശ്വാസം മുട്ടലും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് കുറഞ്ഞു വന്നാണ് പിന്നെയും തുടങ്ങിയത്, തണുപ്പൊക്കെ ആയതുകൊണ്ട്. അപ്പം ക്ലീനിങ് പരിപാടിയില്ലേ, അപ്പോഴത്തേക്കും മുറ്റത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിലോട്ട് കയറിയിട്ട് റൂമിൽ, ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ റൂമാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ജനൽ മുഴുവൻ പൊടിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. മാറലൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞു. അപ്പോൾ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് വെള്ളം തൊട്ട് തുടയ്ക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ഏറ്റവും മുകളിലത്തെ കമ്പിയിൽ. ലാസ്റ്റ് ഞാൻ വലിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ തുടച്ചെടുത്തത്. കസേര എടുത്ത് വെച്ചിട്ട് കയറി നിന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ കാര്യം ഓർത്തില്ല. അത് വേറെ ഒരു സത്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ജനലാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന ജനൽ പഴയ റൂമിൻ്റെ ജനലും, ഇത് ഇപ്പുറത്തേത് പുതിയതായിട്ട് ഞാൻ മേടിച്ച ജനലുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മാറാലുണ്ടായിരുന്നു, നല്ല പൊടി. ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇങ്ങനെ തുടയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് റൂമൊന്ന് മാറലൊക്കെ തുടച്ചിട്ട് റൂമൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിടും ഉള്ളൂ കേട്ടോ. ഇപ്പം നിലത്ത് വൈറ്റ് ടൈലായതുകൊണ്ട് അധികം ചെളിയൊന്നും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഈ റൂം പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു. ഈ റൂമല്ല, രണ്ടാമത്തെ റൂമും ഇനിയിപ്പോൾ ചെയ്യാൻ തുടങ്ങുന്ന റൂമും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പണി കഴിയും.
രണ്ടാമത്തെ ചേച്ചിയുടെ റൂം തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം കൂടെ തുടയ്ക്കാണ്ടായിരുന്നു. ഇതിന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇടത്താവളം എന്ന്, മീൻസ് ഇത് മൂത്ത ചേച്ചിയുടെ റൂമിലോട്ട് രണ്ടാമത്തെ ചേച്ചിയുടെ റൂമിലോട്ടും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഹാളിൽ നിന്ന് ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഹാളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം. ഇപ്പോൾ കാണുന്ന രണ്ടാമത്തെ ചേച്ചിയുടെ റൂമാണ്. ഇതിൻ്റെ ഇപ്പുറത്താണ്, ബാക്കിലാണ് മൂത്ത ചേച്ചിയുടെ റൂം. ഈ 2 റൂമും കൂടെ മാത്രം എനിക്ക് തുടച്ചാൽ മതി. ബാക്കി എല്ലായിടും അമ്മ തുടച്ചതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പപ്പ കാപ്പി കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കാപ്പി കുടിക്കാൻ വന്ന സമയത്ത് പപ്പ പറഞ്ഞ് ഇതൊന്നും എടുത്തിടാമെന്ന് ചോദിച്ചപ്പോൾ കുരുമുളകും ഷീറ്റ് ഒക്കെ എടുത്തിടുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ ഓർക്കും യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞാനും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ കയറും, വ്യൂവേഴ്സ് ഇത്രയും പേര് കാണും എന്നൊക്കെ. പക്ഷേ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അങ്ങനെ മൂത്ത ചേച്ചിയുടെ റൂം ഞാൻ തുടച്ച് തുടങ്ങിയിട്ട് വിൻഡോ ഒക്കെ. മൂത്ത ചേച്ചിയുടെ റൂമിൽ അധികം മറലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് തുടച്ച് തുടങ്ങി. ഇത് ഇച്ചിരി പാടെ അവിടെ ഞാനിപ്പോൾ നിൽക്കുന്നിടത്താണെങ്കിൽ ഒരു ചെടിയുണ്ട്. അപ്പോൾ ആ ചെടിയുടെ അവിടെ ഇരുന്നുള്ളതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് തുടയ്ക്കാനൊക്കെ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് 2 റൂമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.